സർ, ഹലോ. ഒരു 10 മിനിറ്റ് സമയം ഉണ്ടാവോ? ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആയ സൂപ്പർ ക്ലീൻ മോപ്പിനെ സാറിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അയ്യോ സോറി, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പിന്നെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുട്ടി പോയിക്കോളൂ. കാപ്പി. ആഹാ, സാറിന്റെ ഭാര്യ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ മാഡത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. അയ്യോ കുട്ടി, ഇതെന്റെ സാർ ഒന്നും പറയണ്ട. മാഡം ഈ പ്രോഡക്റ്റിന്റെ ഡെമോ ഒന്ന് കാണണം. മാഡം ഹസ്ബൻഡിനോട് എന്തായാലും ഇത് വാങ്ങണമെന്ന് പറയും. വരൂ മാഡം, ഒരു 10 മിനിറ്റ് മതി. വരൂ മാഡം. ഇവിടെ എങ്ങോട്ടാ ഇടിച്ചേരി പോകുന്നത്? ഈ പ്രോഡക്റ്റ് മറ്റു ഗ്രൂപ്പുകളെ പോലെ അല്ല മാഡം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ഇത് കുറെ കാലത്തേക്ക് കേടുവരില്ല. മാത്രമല്ല ഇതിന്റെ ഹെഡ് മാറ്റാൻ പറ്റും. ഇവിടുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. അതെ, ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല കുട്ടി. സർ പ്ലീസ്, ഒരു വീട്ടിൽ എന്തൊക്കെ വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നതേ അവിടെയുള്ള സ്ത്രീകളാണ്. സാർ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നത് ശരിയല്ല. ഒരു വട്ടമെങ്കിലും ഭാര്യയുടെ അഭിപ്രായം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നതേ സാറിന്റെ ഭാര്യയ്ക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നാ. ആദ്യം തന്നെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുട്ടിയുണ്ടല്ലോ, ഈ പറഞ്ഞാൽ ഒരു വക ഇദ്ദേഹം കേക്കില്ല. ചേച്ചി ഇത് കേക്കണം. നമ്മൾ സ്ത്രീകളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ ഇവര് ആണുങ്ങൾ വേണ്ടേ മനസ്സിലാക്കി ഓരോന്നും ചെയ്യാൻ. പക്ഷെ പുള്ളിക്കാരൻ ഏത് സമയം നോക്കിയാലും നിയമപുസ്തകം തുറന്ന് അവിടെ ഇരിപ്പായിരിക്കും. എന്ത് കഷ്ടാ സാറേ ഇത്. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരം ഞാൻ സഹിക്കണം തന്നെ. കുട്ടി ഒന്ന് പോയി തരാവോ? എനിക്കൊന്നും വേണ്ട. സാറിന് വേണ്ടെങ്കിൽ വേണ്ട, വൈഫിന് വാങ്ങാലോ. അത് ശരിയാ. ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരാളാ. എനിക്കിത് വേണോന്ന് തോന്നിയാൽ ഞാനിത് വാങ്ങും. അത് തടയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ശരിയാ, എനിക്ക് ഒരു അധികാരമില്ല. അത് കലക്കി മാഡം. കഴുത്തിന് താലി കെട്ടിയ എന്തു ആകാന്ന ചില ആണുങ്ങളുടെ വിചാരം. അതെ, ഞാനേ പുള്ളിക്കാരനെ പലതും പറയും. അത് ചേച്ചിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനുള്ള ലൈസൻസ് അല്ല. സോറി മാഡം. ശരി, ഞാൻ ഒരെണ്ണം വാങ്ങാം. താങ്ക് യു മാഡം. ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടോ? ഇല്ല മാഡം. ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. ശരി. സാറേ, പറയുന്നുണ്ടോന്നും തോന്നരുത്. ഈ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതേ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാര്യയെ കൊണ്ട് കാശ് ചെലവാക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. 1500. സാറ് 1400 തന്നാ മതി. എനിക്ക് തന്നെ അവതാരിയൊന്നും വേണ്ട. 1500 ഉണ്ട്. കാശ് കൊടുത്തോ? സാറി കാണുന്ന പോലെ ഒന്നും അല്ല മാഡം. കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. നല്ല സ്നേഹമുള്ള ആളാ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇവിടെ പോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഇനി ഇവിടെ നിന്നാ പണി പാളും. ചേച്ചി ഏത് വഴിക്കാ പോകുന്നേ? ഞാൻ ആ ജംഗ്ഷൻ വഴി. എനിക്കും ആ വഴിക്ക് പോവാനുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വലിയ ഉപകാരം മാഡം. പിന്നെ കണ്ടപ്പോ തന്നെ പറയണോന്ന് വിചാരിച്ചതാ. നിങ്ങൾ തമ്മില് നല്ല ചേർച്ചയാട്ടോ. ആരും കണ്ണുവെക്കാതിരിക്കട്ടെ. വാ പോവാൻ ചേച്ചി. പോവാം. പോട്ടെ സാറേ. എന്റെ 1500 രൂപ വെറുതെ വാശിക്കെടുത്ത് ചാടി. വേണ്ടായിരുന്നു.